കോൺഗ്രസ് നേതാവും മുൻ എംഎൽഎയുമായ സുലൈമാൻ റാവുത്തർ സിപിഎമ്മിൽ ചേർന്നു. കെപിസിസി രൂപീകരിച്ച 25-അംഗ തെരഞ്ഞെടുപ്പ് സമിതിയിൽ അംഗമാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ട്രഷററുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ജോസൽ സെബാസ്റ്റ്യൻ കൂടി ചേരുന്നു. ജോസൽ, കഴിഞ്ഞ മണിക്കൂറിലാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത്. കോൺഗ്രസിൽ നിന്ന് നിരന്തരം നേരിടുന്ന അവഗണന, ഒപ്പം കോൺഗ്രസിനകത്തെ പാർട്ടിക്കകത്തെ ഭിന്നിപ്പ് എല്ലാമാണ് തൻ്റെ ഈ ഒരു കോൺഗ്രസ് വിടലിന് കാരണമായി അദ്ദേഹം പറഞ്ഞത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്? വിനീഷ, BJP സവർണ വർഗീയ ഫാസിസ്റ്റ് പ്രസ്ഥാനമാണെങ്കിൽ സവർണ ഫാസിസ്റ്റുകളെ ഭയപ്പെടുന്ന ഭീരുവാണ് രാഹുൽ ഗാന്ധി എന്നാണ് സുലൈമാൻ റാവുത്തർ പറഞ്ഞിരിക്കുന്നത്. ആ രാഹുൽ ഗാന്ധിയെ എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? ഈ ഇന്ത്യ മുന്നണി ശക്തിപ്പെടണമെങ്കിൽ ഇടതുപക്ഷ പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ ശക്തി വർദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്നും ദീർഘനാളായി കഴിഞ്ഞ 3 വർഷമായി നേരിടുന്ന അവഗണനയെക്കുറിച്ചുമെല്ലാം സുലൈമാൻ റാവുത്തർ പറഞ്ഞു. ഇപ്പോൾ സതീശൻ്റെയും അതുപോലെ തന്നെ സുധാകരനും മാത്രം തീരുമാനിക്കുന്ന ആളുകൾ ഭാരവാഹികളായി വരുന്നു. അതുപോലെ തന്നെ അവരുടെ അവരുടെ മനോഭാവമാണ് നടപ്പിലാക്കുന്നത്. തങ്ങളെ എതിർക്കുന്നവരെ എല്ലാം അമർച്ച ചെയ്യുന്ന, കോൺഗ്രസിനുള്ളിൽ ഇല്ലാതാക്കുന്ന ഒരു സമീപനമാണ് സുധാകരനും സതീശനും സ്വീകരിക്കുന്നത്. അങ്ങനെ ഒരു രീതിയിലും കോൺഗ്രസിനുള്ളിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ BJPയെ ഭയപ്പെടുന്ന ഒരു നേതൃത്വമാണ് ഇന്ന് ഇന്ത്യയിൽ കോൺഗ്രസിനകത്തുള്ളത്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയെ വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ നിലവിലില്ല. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുവാൻ ഇടതുപക്ഷം ശക്തിപ്പെടേണ്ടതുണ്ട്. അതിനായി CPM-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കും എന്നാണ് മുൻ MLA-യും KPCC എക്സിക്യൂട്ടീവ് അംഗവുമായ സുലൈമാൻ റാവുത്തർ തൊട്ടുമുമ്പ് പത്രസമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നത്. വിനീഷ. ശരി ജോസൽ, മുൻ MLA ആയ സുലൈമാൻ റാവുത്തർ കോൺഗ്രസ് വിട്ട് CPI-ൽ ചേർന്നിരിക്കുന്നു. വിശദാംശങ്ങളാണ് ജോസൽ സെബാസ്റ്റ്യൻ നൽകി വന്നത്.